പക്ഷേ എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ വഅദ് പറഞ്ഞാലും പ്രവാചകന്റെ ജീവിതം പറഞ്ഞു തീർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വർഷക്കാലത്തെ ജീവിതമല്ല, ആ പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതത്തെ കുറിച്ച് പോലും പറഞ്ഞു തീർക്കാൻ നമ്മളെ കൊണ്ടല്ല, ഈ ദുനിയാവിൽ ഒരു മഖ്ലൂഖിനെ കൊണ്ടും കഴിയില്ല. അത്രയും വിശാലമായ ഒരു വിഷയമാണ് കേവലം 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടക്കുന്നവരാ ഞാനും നിങ്ങളും. ആരോട് ചോദിച്ചാലും പറയും എനിക്ക് പ്രവാചകനെ ഇഷ്ടമാണ്, എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് ഞാനും നിങ്ങളും. ഓരോ മനുഷ്യനും പ്രവാചകനോടുള്ള മഹബത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റുള്ള മതവിശ്വാസികൾ പ്രവാചകനെ മോശമായി പറയുന്നവരുണ്ട്. പലരും പ്രവാചകനെ കുറിച്ച് അറിയാതെ പലതും പറയുന്നവരുണ്ട്. അവർക്ക് പ്രവാചകനെ കുറിച്ച് അറിയാനിട്ട എങ്കിലും മറ്റു ചിലർ പ്രവാചകനെ കുറിച്ച് പറയുമ്പോഴും മുസ്ലിമീങ്ങൾ പറയുന്നതിനേക്കാളും മനോഹരമായിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കേരളത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്, ക്രിസ്തുമത വിശ്വാസിയാണ്. ആ IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ കേൾക്കാൻ എന്ത് മനോഹരമെന്നറിയോ. എന്റെ പ്രിയമുള്ളവരെ, അവരെല്ലാം പ്രവാചകന്റെ ജീവിതം വായിച്ചവരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചത് കൊണ്ടാണ് അവർക്കൊക്കെ അങ്ങനെ പറയാൻ കഴിയുന്നത്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ സദസ്സിലിരിക്കുന്ന പ്രവാചകൻ ഹൃദയത്തിന്റെ അകത്തറങ്ങളിൽ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ ചോദിക്കുന്നു, നമ്മളിൽ ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചിട്ടുള്ളത്? നമ്മളിൽ എത്ര പേരാ ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചു? ഞാൻ നെഹ്റുവിന്റെ ജീവിത ചരിത്രം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖന്മാരുടെ ചരിത്രങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാവരും പലരും പറയാറുണ്ട്. എങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചിട്ടുള്ള എത്ര പേരാ ഉള്ളത്? ആ പ്രവാചകന്റെ പേര് പറയുമ്പോൾ സ്വലാത്ത് പറയുക, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ മൗലിദ് ഓതുക, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടത്താതെ ആ പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ച എത്ര പേരാ ഉള്ളത്? ആ പ്രവാചകൻ ആരാണെന്ന് അറിഞ്ഞാലല്ലേ നിനക്ക് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വെറുതെയല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ചാൽ, ലോകത്തിന്റെ നേതാവിന്റെ ജീവിത ചരിത്രം ഏതെങ്കിലും ഒരു മനുഷ്യൻ വായിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോ ആ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകന്റെ ചരിത്രം വായിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ആരാണ് മുത്തുനബി? ആരാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ ആരാണെന്ന് പഠിക്കണം. ആ പ്രവാചകന്റെ സ്വഭാവം എന്തെന്നായിരുന്നു? ആ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഒന്ന് പഠിക്കാൻ തയ്യാറാകണം. എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് മുന്നിൽ മുഹമ്മദ് നബി ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായി കടന്നു വന്ന ലോകത്തിന്റെ നേതാവിന്റെ ജീവിത ചരിത്രം വായിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം. ആരാ മുത്തുനബി? ആരാ? ആ മുത്തുനബിയുടെ മഹത്വം എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. ആരാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ടു നടക്കുന്ന, അതാ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കടുകുമണികളുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ മുഹമ്മദുർ മുഹമ്മദ് എന്ന പേര് പറയുമ്പോ അറിയാതെ അവന്റെ നാവിന്റെ തുമ്പിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ സ്വലാത്ത് വന്നു പോകുന്നതിന്റെ കാരണം എന്തെന്നറിയുമോ? ഇത്രയ്ക്ക് നമ്മൾ സ്നേഹിക്കാനുള്ള കാരണം എന്താ? എന്റെ പ്രിയമുള്ളവരെ, യുദ്ധം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും സഹാബത്തും നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാ. അതാ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും കടന്നു വരുമ്പോ എല്ലാവരും അവരവരുടെ
ആവശ്യങ്ങൾക്ക് വേണ്ടി, വിസർജനങ്ങൾക്ക് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമുണ്ട്, സ്വഹാബാക്കളുണ്ട്. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അതാ അവരവരോരോ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ ആയിഷ ബീബിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തനിക്കൊരുക്കി വെച്ചിരുന്ന കൊട്ടാരത്തിന്റെ അതിന്റെ കുടിലകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പോയി ഇതിന്റെ ആവശ്യങ്ങൾ മുഴുവനും നടത്തുകയാണ്. എന്നിട്ട് വന്നതാ തനിക്ക് വെച്ചിരിക്കുന്ന ഒട്ടകത്തിന്റെ മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂടാരത്തിന്റെ അകത്തേക്ക് ആയിഷ ബീബി നദാ കേറുകയാണ്. എല്ലാവരും ആയിഷ ബീബി കേറുന്നത് കണ്ടോ. പക്ഷേ ആയിഷ ബീബി അതിന്റെ അകത്ത് കയറി കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോഴാണ് പടച്ചവന് തന്റെ കഴുത്തിൽ കിടന്ന ഒരു മാല കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുകയാണ്, പടച്ചവനെ ഞാൻ പോയ സ്ഥലത്തെങ്ങാനും നഷ്ടപ്പെട്ടു പോയോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ കൂടാരത്തിന്റെ അകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്. അതാ താൻ പോയ സ്ഥലത്തേക്ക് മാല തിരക്കിയിട്ട് നടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും വന്ന് കൂടാരത്തിന്റെ അകത്ത് കയറി എല്ലാവരും അതാ യാത്ര തുടങ്ങുകയാണ്. പ്രവാചകനും തന്റെ അനുയായികളും യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതിന്റെ മുകളിലേക്ക് കയറുന്നത് കണ്ടതാ ആയിഷ ബീബി ഉണ്ടെന്ന് കരുതിയിട്ട് പ്രവാചകനും സഹാബാക്കളും യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം തിരിച്ചു വന്നപ്പോ എല്ലാവരും പോയി കഴിഞ്ഞു. ആയിഷ ബീബി എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഒട്ടകപ്പുറത്തൊരു സഹാബി കടന്നു വരികയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? അതാ യാത്രക്കാരുടെ ഏറ്റവും പുറകിൽ വരാൻ നിയോഗിച്ച സഹാബിയാ. യാത്രക്കാരുടെ ഏറ്റവും പുറകിൽ വരാൻ കാരണം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ പടച്ചവനെ അത് എടുത്തുകൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവാചകനെ പറഞ്ഞേൽപ്പിച്ച സ്വഹാബിയാ. അതാ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ വരുമ്പോ അതാ പർദ്ദയും ധരിച്ചൊരു പെണ്ണിരിക്കുകയാണ്. അതാ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ആരെന്നറിയുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. മുസ്ലിമീങ്ങളുടെ ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എന്താണെന്ന് പോലും ചോദിച്ചില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണല്ലോ. അവിടുന്ന് ആ ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റുകയാണ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹ മുന്നിൽ നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ അവസാനം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും സൗബാൻ റളിയല്ലാഹു തആല അൻഹു രാത്രി മുഴുവനും യാത്ര ചെയ്തിട്ട് രണ്ടുപേരും മദീനയിലേക്ക് കടന്നു പോകുന്നത് എപ്പോഴെന്നറിയുമോ? എല്ലാവരും ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രമാദ സമയമാ. എല്ലാവരും ജോലിക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്ന സമയത്താണ് രണ്ടുപേരും കൂടെ കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ പിന്നെ പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണെന്ന് പോലും നോക്കിയില്ല. പടച്ചവനെ മുസ്ലിമീങ്ങളുടെ ഉമ്മയാണെന്ന് പോലും നോക്കിയില്ല. പടച്ചവനെ അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം അവിടുന്ന് പറഞ്ഞു പരത്തുകയാ. രണ്ടുപേരും വ്യഭിചരിച്ചെന്ന് പറഞ്ഞു പരത്തുകയാ. കേട്ടവർ പടച്ചവനെ എല്ലാവരും ഷെയർ ചെയ്യുകയാണ്. അവസാനം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് തെറ്റുകാരാണെന്ന് പടച്ചവനെ എല്ലാവരും പറയാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം ഒരിക്കലും ആയിഷ ബീബി അങ്ങനെ ചെയ്യില്ലെന്ന്. പക്ഷേ നാട്ടുകാർ മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചിന്തിച്ചു, ആയിഷ ബീബിയുടെ കാര്യത്തിൽ അല്ലാഹു തീരുമാനമെടുക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങട്ടെ. പ്രവാചകന് പള്ളിയിലേക്ക് പോകും. നമസ്കാരം കഴിഞ്ഞാൽ ആരോടും മിണ്ടാതെ അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഒരു മനുഷ്യനോടും മിണ്ടുന്നില്ല. എല്ലാവരും പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് മോശമായി പറയുമ്പോ ആരോടും മിണ്ടാതെ വീടിന്റെ അകത്തിരിക്കുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വേദനിച്ചുകൊണ്ട് വീടിന്റെ അകത്തിരിക്കുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ആരോടും മിണ്ടാത്തതെന്തേ നബിയേ, ആരോടും മിണ്ടാത്തതെന്തേ നബിയേ?
അല്ലാഹുവിന്റെ പ്രവാചകൻ മിണ്ടാതെ ഇരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, എന്തേ നബിയെ സംസാരിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ, എല്ലാവരും എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടോ, എവിടെ നോക്കിയാലും എന്റെ ഭാര്യയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉമറേ, നിന്റെ അഭിപ്രായം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടന്ന് ചോദിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താണ്? എന്റെ ഭാര്യയെ കുറിച്ച് നിനക്ക് എന്തേ പറയാനുള്ളത്? ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഒരിക്കലും അങ്ങയുടെ ഭാര്യ വ്യഭിചരിക്കില്ല നബിയേ, ഒരിക്കലും ആയിഷ ബീബി വ്യഭിചരിക്കില്ല, അങ്ങയുടെ ഒരു ഭാര്യയും വ്യഭിചരിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പറയാൻ കാരണമെന്ത്? നീയൊന്നും കണ്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഉറപ്പോടുകൂടെ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ റസൂൽ പ്രഭാഷണത്തിൽ കിടന്നു വന്ന, മുസ്ലിമേ, നിന്റെ നേതാവ് ആരെന്നറിയോ? മോനെ, മുഹമ്മദുർ റസൂലുള്ളാഹി ആരെന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരിക്കലും അങ്ങയുടെ ഒരു ഭാര്യമാരും വ്യഭിചരിക്കൂല. അതിന്റെ കാരണം എന്തെന്നറിയോ നബിയേ? എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കാറുണ്ട്, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കാറുണ്ട്. പക്ഷേ യാ റസൂലല്ലാഹ്, ഇന്നുവരെ അങ്ങയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല നബിയേ. അങ്ങയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ലല്ലോ, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കാറുണ്ട്, അങ്ങയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ല. കാരണം എന്താണെന്ന് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ തങ്ങൾ ചോദിച്ചു, നബിയേ, അങ്ങയുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കാത്തതിന്റെ കാരണം എന്താ? പ്രവാചകൻ പറഞ്ഞു, ഉമറേ, നല്ല സ്ഥലത്തും മോശമായ സ്ഥലങ്ങളിലും ഈച്ച പോയിരിക്കുമല്ലോ, നജസുകളിൽ പോയിരിക്കുമല്ലോ. അപ്പോൾ ആ നജസുമായിട്ട് എന്റെ ശരീരത്തിൽ വന്നിരുന്ന അത് അല്ലാഹുവിന് ഇഷ്ടമല്ല ഉമറേ. അതുകൊണ്ട് എന്റെ ശരീരത്തിൽ ഇരിക്കാൻ ഈച്ചയ്ക്ക് അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, നജസിലിരുന്ന ഒരു ഈച്ചയ്ക്ക് പോലും തങ്ങളുടെ ശരീരത്തിലിരിക്കാൻ അധികാരമില്ല. നജസിലിരുന്ന ഒരു ഈച്ചയ്ക്ക് പോലും അങ്ങയുടെ ശരീരത്തിലിരിക്കാൻ അല്ലാഹു അവകാശം കൊടുത്തിട്ടില്ല. അങ്ങനെ പരിശുദ്ധനായ നബിയേ, അങ്ങക്ക് വ്യഭിചാരിയായ ഒരു ഭാര്യ അല്ലാഹു തരുവോ നബിയേ? ഒരു ഈച്ചയ്ക്ക് പോലും ഇരിക്കാൻ അവകാശമില്ല. ഇത്രയ്ക്കും വലിയ പരിശുദ്ധനായ പ്രവാചകന് ഒരു മോശക്കാരിയായ പെണ്ണിന് അല്ലാഹു തരുവോ നബിയേ? അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാ. ലോകത്തിന്റെ നേതാവിന്റെ ശരീരത്ത് 63 കൊല്ലം ഒരിക്കൽ പോലും ഈച്ച വന്നിരുന്നിട്ടില്ല എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്മുടെ നേതാവാരാ? അത്രയ്ക്കും വലിയ പരിശുദ്ധനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായിട്ട് പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നത് ആരെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആരോടും മിണ്ടാതെ വീടിന്റെ അകത്തിരിക്കുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ഒരു മനുഷ്യനോടും മിണ്ടാത്തതെന്തേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടോ. എന്തേ ഉസ്മാനെ, നിന്റെ അഭിപ്രായം എന്താണ്? യാ റസൂലല്ലാഹ്, ഒരിക്കലും ആയിഷ വ്യഭിചരിക്കൂല, ഒരിക്കലും ആയിഷ തെറ്റ് ചെയ്യൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അതിന്റെ കാരണമെന്ത്? ഉസ്മാൻ തങ്ങൾ പറയുന്നു, നബിയേ, എല്ലാവരുടെ ശരീരത്തിനും നിഴലുണ്ട് നബിയേ, എല്ലാവരുടെ ശരീരത്തിനും നിഴലുണ്ട്. എന്നാൽ അങ്ങയുടെ നിഴൽ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ
പ്രവാചകന് നിഴലില്ലായിരുന്നു. അതിനെക്കുറിച്ച് ഉസ്മാൻ തങ്ങൾ തന്നെ അള്ളാന്റെ റസൂലിനോട് ഒരിക്കൽ ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഉസ്മാനെ, എന്റെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും, എന്റെ നിഴലിനെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും തന്റെ നിഴലിനെ നിയന്ത്രിക്കാൻ കഴിയൂല. അതുകൊണ്ട് എനിക്ക് നിഴലുണ്ടെങ്കിൽ ഞാൻ നടക്കുന്ന സമയം അത് വിസർജനങ്ങളിലൂടെ, ശുദ്ധിയില്ലാത്ത സ്ഥലങ്ങളിലൂടെ എന്റെ നിഴലിങ്ങനെ പോകുമല്ലോ. സഹാബികളെ നടക്കുമ്പോ എന്റെ നിഴലിന്റെ മുകളിലെ ചവിട്ടുമല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിഴല് തന്നിട്ടില്ലെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വ്യഭിചാരമെന്ന് പറയുന്ന പാപത്തിനെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയ്ക്കൊരു നിഴലിനെ പോലും തരാത്തത് അങ്ങയെ ആദരിച്ചിട്ടാണ്, അങ്ങയെ ബഹുമാനിച്ചിട്ടാണ്. അങ്ങനെയുള്ള നബിയേ വസാഅ സബീലാ. വ്യഭിചരിക്കുന്നവന്റെ കുടുംബമുണ്ടല്ലോ, വ്യഭിചരിക്കുന്നവന്റെ കുടുംബത്തിന് ക്വാളിറ്റി ഇല്ല എന്ന് അള്ളയാ പറഞ്ഞത്. വ്യഭിചരിക്കുന്നവന്റെ കുടുംബത്തിന് ക്വാളിറ്റി ഇല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ യാ റസൂലല്ലാഹ് അങ്ങയുടെ കുടുംബത്തിന് ക്വാളിറ്റി ഉണ്ട് നബിയേ, അങ്ങയുടെ കുടുംബത്തിന് ക്വാളിറ്റി ഉണ്ട് നബിയേ. അങ്ങയോട് വിവാഹം കഴിക്കാൻ ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അള്ളയാ നബിയേ. അല്ലാഹുവാണ് പറഞ്ഞത് ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ. ആയിഷ ബീവി ഒരു മോശമായ പെണ്ണായിരുന്നെങ്കിൽ അല്ലാഹു അങ്ങയ്ക്ക് തരില്ലായിരുന്നു നബിയേ. അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല നബിയേ, അങ്ങയുടെ ഭാര്യ തെറ്റ് ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പാണ് നബിയേ. മഹാനായ ഉസ്മാൻ തങ്ങൾ ഇറങ്ങി പോകുകയാണ്. മൂന്നാമതായി കടന്നു വന്നത് ആരെന്നറിയോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ അലിയാർ തങ്ങളോട് ചോദിച്ചു, നിന്റെ അഭിപ്രായം എന്താ? എല്ലാവരും പറയുന്നു എന്റെ ഭാര്യ വ്യഭിചരിച്ചെന്ന്. അലിയേ, നിന്റെ അഭിപ്രായം എന്താണ്? യാ റസൂലല്ലാഹ്, ഒരിക്കലും ആയിഷ ബീവി വ്യഭിചരിക്കൂല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇശാ നമസ്കരിക്കാൻ വേണ്ടി കേറുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ചെരുപ്പൂരി മാറ്റിയിടുകയാണ്. ലോകത്തിന്റെ നേതാവ് തന്റെ ചെരുപ്പൂരിയിട്ട് മാറ്റിയിടുകയാ. അല്ലാഹുവേ, നമസ്കാരം കഴിഞ്ഞപ്പോ അലിയാര് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങെന്തിനാ ചെരുപ്പൂരി മാറ്റിയിട്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ, കൈകെട്ടാ സമയമായപ്പോ ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ അടിയിലെ നജിസിരിപ്പുണ്ട് നബിയേ, അതുകൊണ്ട് ഊരിയിടാ. ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ അടിയിൽ പോലും ഒരു നജിസ് പറ്റിയപ്പോ അല്ലാഹു വന്നിട്ട് അത് ഊരി മാറ്റാൻ പറഞ്ഞെങ്കിൽ യാ റസൂലല്ലാഹ്, അങ്ങ് വല്ലാത്ത പരിശുദ്ധനാ, അങ്ങ് ഏറ്റവും വലിയ മഹത്വമുള്ളവനാ. അതുകൊണ്ട് വഴിപിടച്ച ഒരു പെണ്ണിനെ അല്ലാഹു അങ്ങയ്ക്ക് ഭാര്യയാക്കി തരൂല. അതുകൊണ്ട് നബിയേ, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് അലിയാര് തങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മുടെ നേതാവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നേതാവിന് നിഴലില്ലായിരുന്നു. നമ്മുടെ നേതാവിന്റെ ശരീരത്ത് ഒരു ഈച്ച വന്നിരിക്കാറില്ലായിരുന്നു. പ്രവാചകന്റെ ശരീരത്തില് ചെരുപ്പിന്റെ അടിയിൽ പറ്റിയ നജിസിനെ കുറിച്ച് പോലും മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്തേക്ക് പ്രവാചകൻ അതാ ക്ഷീണിച്ചുകൊണ്ട് കടന്നു വരികയാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ ക്ഷീണിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കടക്കാൻ ഒരു പാ വിരിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പാ വിരിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആ പായിക്കകത്ത് കിടന്നുറങ്ങുമ്പോ
അല്ലാഹുവിന്റെ പ്രവാചകൻ വല്ലാത്ത ഉറക്കത്തിലാണ്, റസൂലുള്ള വല്ലാത്ത ഉറക്കത്തിലാണ്. പ്രവാചകന്റെ ശരീരം ഇങ്ങനെ വിയർത്ത് ഒലിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് ഒരനക്കം കേട്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരനക്കം കേട്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഞെട്ടി ഉണരുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോ അവിടുന്ന് കണ്ട കാഴ്ച എന്താ? അല്ലാഹുവിന്റെ റസൂല് കാല മാദാ തസ്തഈനുക യാ ഉമ്മു സുലൈം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? ഒരു കുപ്പിക്കകത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പ് ഇങ്ങനെ പിടിക്കുകയാ. ലോകത്തിന്റെ നേതാവിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ ഒരു കുപ്പിക്കകത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് റസൂലുള്ള കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമ്മു സുലൈം എന്തേ നീ ചെയ്യുന്നത്? എന്തേ നീ ചെയ്യുന്നത്? ആ സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യർജൂ ബർകതക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ ബർക്കത്തെടുക്കുകയാ നബിയേ, ബർക്കത്തെടുക്കുകയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ ഒരു കുപ്പിക്കകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറയുകയാ, ഞാൻ ബർക്കത്തെടുക്കുകയാണ് യാ റസൂലല്ലാഹ്. ഹുവ അത്യബു മിൻ തീബിനാ യാ റസൂലല്ലാഹ്. ഇതിനേക്കാൾ സുഗന്ധമുള്ള ഒന്നും ഈ ലോകത്തില്ല നബിയേ. അങ്ങയുടെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു സുഗന്ധവും ഈ ദുനിയാവിലില്ല നബിയേ യാ റസൂലല്ലാഹ്. അവിടുന്ന് പറയുകയാണ്, എന്റെ മക്കൾക്ക് രോഗം വരുമ്പോ, എന്റെ മക്കൾക്ക് പ്രയാസം വരുമ്പോ ഈ കഥ അങ്ങയുടെ ശരീരത്തിൽ നിന്നൊലിക്കുന്ന വിയർപ്പുണ്ടല്ലോ, ഇതാണ് നബിയെ എന്റെ മക്കൾക്ക് മരുന്നായി കൊടുക്കുന്നത്. ഇതാണ് നബിയെ എന്റെ മക്കൾക്ക് മരുന്നായി കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ നേതാവിന്റെ വിയർപ്പ് തുള്ളിക്ക് പോലും മഹത്വമുണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ. ലോകത്തിന്റെ നേതാവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി വീഴുന്ന വിയർപ്പ് തുള്ളി പോലും ഔഷധമായിരുന്നു പൊന്നുപോലോ. സഹാബിവനിതകള് സഹാബാക്കളത് എടുക്കുമായിരുന്നു എന്ന ചരിത്രം പറയുമ്പോ, നീ സ്നേഹിക്കുന്ന മുത്തുനബി ആരെന്നറിയോ? നീ സ്നേഹിക്കുന്ന മുത്തുനബിയുടെ ഔറത്ത് ആരും ഇന്ന് വരെ കണ്ടിട്ടില്ല. 63 വർഷക്കാലം ജീവിച്ച ലോകത്തിന്റെ നേതാവിന്റെ ഔറത്ത് തന്റെ ഭാര്യമാര് പോലും കണ്ടിട്ടില്ല. പ്രവാചകനെ വിസർജനം നടത്തി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ പ്രവാചകന് മലമൂത്ര വിസർജനം നടത്താൻ സമയമായി. ഒരു മറയില്ലായിരുന്നു, ഒരു മറയില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് 2 മരങ്ങളുടെ നേരെ കൈനീട്ടിയിട്ട് ഇവിടേക്ക് വരാൻ വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ 2 മരങ്ങളുണ്ടല്ലോ. അവിടെ ഇളകുകയാണ്. റസൂലുള്ള വിളിച്ചപ്പോ, ലോകത്തിന്റെ നേതാവ് വിളിച്ചപ്പോ അതാ ഭൂമിയിൽ അടിവേരുകളായി നിന്നിരുന്ന മരമുണ്ടല്ലോ, അവിടെ എഴുന്നേറ്റ് നടന്നു വരികയാണ്. 2 മരങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു. അവിടെ സലാം പറയുകയാ. 2 മരങ്ങളും മറയിട്ട് കൊടുക്കുകയാണ്. പ്രവാചകൻ ആ മറയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ആവശ്യം നടത്തി. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ വിസർജനം പോലെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിസർജനം പോലെ എന്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിസർജനം പോലെ ഭൂമി വിഴുങ്ങുമായിരുന്നു എന്ന ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ റസൂലുള്ള ആരാണെന്ന് പഠിക്കടാ പൊന്നുമോനെ. ലോകത്തിന്റെ നേതാവിന്റെ വ്യക്തിത്വം എന്താണ്, പുണ്യനബി ആരാണെന്ന് പഠിക്കണം. ഈ പ്രവാചകന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാ, ഈ പ്രവാചകൻ ആരാണെന്നറിഞ്ഞു കഴിഞ്ഞാ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ച പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സലാത്ത് പറയാൻ ഒരു മടിയും വേണ്ട സഹോദര. കാരണം മരിക്കുന്ന കാലം വരെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു ഈച്ച പോലും വന്നിരിക്കൂല. കാരണം ഈച്ചയ്ക്കിരിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. നിഴലിനെ നിയന്ത്രിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അപ്പൊ പ്രവാചകന് നിഴലില്ലായിരുന്നു. കാരണം പ്രവാചകൻ നടക്കുമ്പോ നിഴല് നജസുള്ള സ്ഥലത്തുകൂടെ ഇങ്ങനെ നിഴല് പോകും. തടയാൻ പറ്റുമോ? കൂടെ നടക്കുന്നവർ ആ നിഴലിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചാൽ അത് പ്രവാചകന് ചേർന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് നിഴലില്ല. കാലിന്റെ ചെരുപ്പിന്റെ അടിയിൽ പോലും ഒരു നിജസ് പറ്റിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്ത് നബിയെ ചെരുപ്പ് ഊരിയിട്ടിട്ട് നിസ്കരിക്കുക നബിയെ. അത്രയും പരിശുദ്ധനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ തൗറത്ത് മരിക്കുന്ന കാലം വരെ ആരും കണ്ടിട്ടില്ല. ഭാര്യമാര് പോലും കണ്ടിട്ടില്ല. അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഔറത്തുകൾ പരസ്പരം കണ്ടിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിസർജനം നടത്തിയാൽ അത് ഭൂമി വിഴുങ്ങുമായിരുന്നു. ഇത്രയ്ക്കും പരിശുദ്ധനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ പരിശുദ്ധനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, സ്നേഹിച്ചാൽ ഇങ്ങനെയുള്ള പ്രവാചകനെയാണ് സ്നേഹിക്കേണ്ടത്. മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹ് മരിക്കുന്ന കാലം വരെ കൊണ്ട് നടക്കേണ്ടത് ഈ പ്രവാചകനെയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ നമ്മൾ നബിയെ സ്നേഹിച്ചില്ലെങ്കിലും, നമ്മൾ ആരും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചില്ലെങ്കിലും, പ്രവാചകനെ നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ നമ്മളോട് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. ഓരോ മനുഷ്യനും തോന്നുമായിരുന്നു, പ്രവാചകൻ എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ് നബിയേ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരനുചരം ചോദിക്കുകയാ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, എനിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടം ആയിഷ ബീവിയായിരുന്നു. സഹാബി ചോദിച്ചു, നബിയേ, ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ ആയിഷയുടെ പിതാവിനെയാ. അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കറിനെയാണ് എനിക്ക് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം. സഹാബി പിന്നെയും ചോദിച്ചു, പിന്നെ ആരാ നബിയേ? ഇഷ്ടമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര് മുഴുവനും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞു, ഫാത്തിമ, നിന്റെ വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയല്ല, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആയിഷാനെയാണ്. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് നിന്റെ പിതാവിനോട് ചോദിക്കണേ. എല്ലാവരും കൂടെ ഫാത്തിമ ബീബിയെ പിതാവിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, വാപ്പാ, ഏറ്റവും കൂടുതൽ സ്നേഹം ആയിഷ ബീബിയോടാണോ വാപ്പാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു മറുപടി എന്നറിയോ? മോളെ ഫാത്തിമ, നിനക്ക് എന്നെ ഇഷ്ടമാണോ ഫാത്തിമ? എന്നോട് നിനക്ക് സ്നേഹമുണ്ടോ ഫാത്തിമ? ആയിഷ ഫാത്തിമ ബീബി പറഞ്ഞു, വാപ്പാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, എനിക്ക് ആയിഷാനെ വല്ലാത്ത ഇഷ്ടമാ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആയിഷാരെയും സ്നേഹിക്കണമെന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് പറയുന്നു. ആയിഷ ബീവിക്ക് ഇത് കേൾക്കുമ്പോ വല്ലാത്ത സന്തോഷമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് സന്തോഷത്തോടുകൂടി വീടിന്റെ അകത്തേക്ക് കിടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല പ്രവാചകന്റെ മടിയിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിലേക്ക് തല വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലേക്ക് തല വെച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി
വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ആയിഷ പറഞ്ഞു, പോരെ നബിയേ, ഇപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. തന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഇരുകരങ്ങളും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവളന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർലി ആയിഷ, എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്റെ ആയിഷ അറിഞ്ഞു ചെയ്തും അറിയാതെ ചെയ്തതും അല്ലാഹുവേ ഒറ്റയ്ക്ക് ചെയ്തതും പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല സന്തോഷം കാരണം ചിരിച്ച് ചിരിച്ച് പ്രവാചകന്റെ മടിയിൽ നിന്ന് താഴെ വീഴുകയാ. അവിടുത്തെ തല താഴെ വീണു. പ്രവാചകൻ ചോദിച്ചു, ആയിഷ, നിനക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടോ ആയിഷ? ഒരുപാട് സന്തോഷമായോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു, നബിയേ, എനിക്ക് വേണ്ടി അങ്ങ് പ്രത്യേകമായി ദുആ ചെയ്തല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത് എല്ലാ ദിവസവും 5 നേരം, എല്ലാ ദിവസവും 5 നേരം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, അവിടുന്ന് പറയുന്നു, ആയിഷ, 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഈ ലോകത്ത് അവസാനം കടന്നു വരുന്ന മുസ്ലിം ഉണ്ടല്ലോ, ഈ ലോകത്ത് അവസാനമായി കടന്നു വരുന്ന മുസ്ലിമിന് വേണ്ടി, എന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ഞാൻ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞ എല്ലാ ദിവസവും ദുആ ചെയ്യും ആയിഷ. എന്റെ പ്രിയമുള്ളവര്, എനിക്കും നിങ്ങൾക്ക് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് ഓരോ നമസ്കാരം കഴിയുമ്പോഴും ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. വാപ്പാ, നമ്മുടെ മക്കള് ചെയ്യുവോ? വാപ്പാ, അന്ത് പ്രസവിച്ച മക്കള്, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ നമ്മുടെ മക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് സ്വന്തം മക്കള് പോലും ദുആ ചെയ്യാറില്ല. പക്ഷേ ആര് ദുആ ചെയ്യുമായിരുന്നു? നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ചെറുപ്പക്കാരാ, നമ്മളെ വല്ലാത്ത സ്നേഹമായിരുന്നു പൊന്നു പെങ്ങള്. നിനക്ക് വേണ്ടി നീ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നിന്റെ വാപ്പയുടെ നട്ടെല്ലിന് ജനിക്കാത്ത സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നെങ്കിലും സ്നേഹിക്കണമെങ്കിൽ ആ നേതാവിനെയല്ലേ, സ്നേഹിക്കണമെങ്കിൽ ആ നേതാവിനെയല്ലേ സ്നേഹിക്കേണ്ടത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്നേഹിച്ച മുത്തുനബിയെ സ്നേഹിക്കണമടാ പൊന്നുമോനെ, അല്ലാതെ കള്ള സ്നേഹമല്ലടാ. നാവ് കൊണ്ട് മാത്രമല്ല സ്നേഹിക്കേണ്ടത്, ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പഠിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് നിന്നെ പോലെ അതാ കാണാനഴകുള്ള സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുകയാ. മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന സൗബാരേ, കാണാനഴകുള്ള സുന്ദരനായ യുവാവായിരുന്ന സൗബാ റളിയല്ലാഹു തആല അൻഹു അവിടെ എല്ലും തോലുമായിരിക്കുകയാ. ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എല്ലുകൾ വെളിയിൽ കാണുകയാണ്. അവിടെ സുന്ദരനായിരുന്നു, പക്ഷേ നിറമിങ്ങനെ മാറിയിരിക്കുകയാണ്. അവിടത്തെ നിറം പോലും നീല നിറമായി. എല്ലും തോലുമായിരിക്കുന്ന സൗബാ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് എന്തേ സംഭവിച്ചത്? എന്തു പറ്റി സൗബാരേ? ഇങ്ങനെ സംഭവിക്കാറുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൗബാ തങ്ങളോട് ചോദിച്ചു, നിനക്ക് വല്ല രോഗമുണ്ടോ? യാ റസൂലല്ലാഹ്,
എനിക്കൊരു രോഗവുമില്ല നബിയേ. ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയോ? എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് സമാധാനമില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, കാരണം എന്താ? യാ റസൂലല്ലാഹ്, എനിക്കെപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം നബിയേ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം. കാണാതെ വന്നാ എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നബിയേ. ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയോ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നെ തിരിച്ചറിയുമോ? ഈ സ്നേഹം എന്നോട് കാണിക്കുമോ? ഞാനെങ്ങാണ് സ്വർഗത്തിലായി പോയാ നബിയേ യാ റസൂലല്ലാഹ്, അവിടുന്ന് പറയുകയാണ് പിള്ളറകളിൽ കൊണ്ട് നടക്കുന്നവരെ നമ്മൾ നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് ഖബർ സിയാറത്ത് ചെയ്തിട്ട് അവിടെ നമ്മൾ കൊണ്ട് പറഞ്ഞു, സ്വഹാബാ, എന്റെ കൂടപ്പിറപ്പുകളെ ഞാൻ എന്നാണ് കാണുന്നത്? എന്റെ കൂടപ്പിറപ്പുകളെ എന്നാണ് തമ്പുരാനെ ഞാൻ കാണുന്നത്? അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ നബിയേ അങ്ങയുടെ കൂടപ്പിറപ്പ്? ഞങ്ങളല്ലേ നബിയേ? സഹാബാ, നിങ്ങൾ എന്റെ കൂടപ്പിറപ്പല്ല, നിങ്ങൾ എന്റെ അനുചരന്മാരാ, നിങ്ങൾ എന്റെ അനുചരന്മാരാ. എന്റെ കൂടപ്പിറപ്പ് ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹോദരങ്ങൾ ആരെന്നറിയോ? റസൂൽ പ്രവാസനത്തിലെ പ്രവാചകന ഹൃദയത്തിന്റെ പിള്ളറകളിൽ കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ആരാ? ലോകത്തിന്റെ നേതാവ് സ്വർഗത്തിൽ കൊണ്ടുപോകാ കാത്തിരിക്കുന്ന പ്രവാചകന്റെ കൂടപ്പിറപ്പ് ആരെന്നറിയോ? സഹാബാ, അവര് വരാനിരിക്കുന്ന ഒരു സമൂഹമാ, അവര് വരാനിരിക്കുന്ന ഒരു വിഭാഗമാ. അവനെന്നെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും അവനെന്നെ കണ്ടിട്ടില്ലെങ്കിലും അവന്റെ വാപ്പയെക്കാൾ, അവന്റെ ഉമ്മയെക്കാൾ, അവന്റെ ഭാര്യയെക്കാൾ, അവന്റെ മക്കളെക്കാൾ, അവന്റെ കൂടപ്പിറപ്പിനേക്കാൾ, എന്തിനവന്റെ സ്വന്തം ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട് സഹാബാ. അവരാണ് എന്റെ കൂടപ്പിറപ്പ്. ഈ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കൂടിയവര്, നമ്മൾ ഒരുമിച്ച് കൂടിയത് റസൂലുള്ളാഹിന് വേണ്ടിയാ, പ്രവാചകരോടുള്ള മഹബ്ബത്തിന്റെ പേരിലാ. നമ്മൾ ആരും എന്ന് വരെ കണ്ടിട്ടില്ല, എങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവനക്കാലെ സ്നേഹിക്കുന്നവരാ. എങ്ങനെ സ്നേഹിക്കണമെന്നറിയോ? ആമിനൂ കമാ ആമനന്നാസ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ, സഹാബികളെ സ്നേഹിച്ചതുപോലെ, സഹാബികളെ മനസ്സിലാക്കിയതുപോലെ, സഹാബികൾ ഇഷ്ടപ്പെട്ടതുപോലെ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കാൻ പഠിക്ക ചെറുപ്പക്കാരാ. മഹാനായ അംർ ഇബ്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാ ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയുണ്ടല്ലോ, റളിയല്ലാഹു തആല അൻഹു. ഈജിപ്തിന്റെ ഗവർണറാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കുന്ന സഹാബിയോട് അല്ലാഹുവേ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അതാ ഈജിപ്തിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുമത വിശ്വാസികളെ കൊടുക്കുകയാണ്. അതിന്റെ മുത്താരോ കളഞ്ഞു, അതിന്റെ കയ്യാരോ കളഞ്ഞു. മുന്നിൽ ചെന്നിട്ട് ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്, ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്. ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ ഇങ്ങനെ ചെയ്യാറില്ല. ഒരു മതത്തിന്റെയും അനുയായികൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളുണ്ടല്ലോ, ഒരിക്കലും മറ്റൊരു മതത്തിന്റെ ദൈവങ്ങളെ തകർക്കാറില്ല, അവരതാ മോശമാക്കാറില്ല, അവരെ പരിഹസിക്കാറില്ല, അവരെ നിന്ദിരാക്കാറില്ല.
മനസ്സിലാക്കാറില്ലോ. പക്ഷേ ജനങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങളാണെന്ന് വന്ന് പറയുമ്പോ അവസാനം അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞതെന്തെന്നറിയോ? സ്വർണ്ണത്തിൽ വേണമെങ്കിൽ ഞാനൊരു വിഗ്രഹം പണിതു തരാം, മാണിക്യത്തിൽ വേണോ, നിങ്ങൾ പറയുന്ന എന്തുകൊണ്ട് വേണമെങ്കിലും എത്ര വിലയായാലും ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനൊരു ബിംബമുണ്ടാക്കി തരാം. ആ സമയത്തതാ ക്രിസ്ത്യാനികൾ പറഞ്ഞു, അംർ ഇബ്നുൽ ആസ് ഞങ്ങൾക്ക് വിഗ്രഹമുണ്ടാക്കണ്ട, ഞങ്ങൾക്ക് സമാധാനമാകണമെങ്കിലോ നിങ്ങളുടെ പുണ്യ നബിയുണ്ടല്ലോ, നിങ്ങളുടെ മുഹമ്മദ് നബിയുണ്ടല്ലോ, ആ നബിയുടെ ഒരു രൂപമുണ്ടാക്കിയിട്ട് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ആ നബിയുടെ മൂക്ക് ഞങ്ങൾക്ക് ഛേദിക്കണം, ആ മുഹമ്മദ് നബിയുടെ കൈ ഞങ്ങൾക്ക് വെട്ടിമുറിക്കണം, ഇതല്ലാതെ ഒരു പരിഹാരമില്ലെന്ന് പറയുമ്പോ കടന്നുകൊണ്ട് പറയുകയോ നിങ്ങളുടെ നേതാവിന്റെ രൂപമുണ്ടാക്കുവാനോ നിങ്ങളുടെ കരളിന്റെ കച്ചത്തിന്റെ രൂപമുണ്ടാക്കുവാനോ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കൂല. നിങ്ങളുടെ പുണ്യനബിയുടെ ശരീരത്തിൽ ഒരു പൊടി പറ്റാ, നിങ്ങളുടെ പുണ്യനബിയുടെ ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് അതിന്റെ കണ്ണ് മുറിക്കാൻ, അവിടുത്തെ മൂക്ക് മുറിക്കോ നിങ്ങളുടെ മുന്നിൽ വെച്ച് നടക്കില്ല, സാധിക്കില്ലോ. ക്രിസ്ത്യാനികളോട് പറഞ്ഞതെന്തെന്നറിയോ? മുസ്ലിമീങ്ങളുണ്ടല്ലോ, ജീവനോടെ കൈവട്ടി മാറ്റിക്കോ, ജീവനോടെ മൂക്ക് മുറിച്ചു മാറ്റിക്കോ, എന്നാലും ഞങ്ങളുടെ നേതാവിനെ തൊടാ, എന്നാലും ഞങ്ങളുടെ പുണ്യനബിയെ തൊടാ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോ ക്രിസ്ത്യാനികൾ പറയുന്നു, അല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് പറയുന്നു, അമ്പേ ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട, ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ആരെയും അറിയോ? ഇവരിൽ ഏറ്റവും കൂടുതൽ നബിയെ സ്നേഹിക്കുന്നത് നീയാണ്, ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് നീയാണ്, ഇവന്റെ നേതാവ് നീയല്ലേ, ഇവരുടെ നേതാവ് നീയല്ലേ. അതുകൊണ്ട് അംർ ഇബ്നുൽ ആസ് നീ തയ്യാറാണോ, നീ തയ്യാറാണോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, 100 വട്ടം ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചോ, എന്റെ നേതാവിനെ തൊടല്ലേ, എന്റെ നേതാവിനെ ഒന്നും പറയല്ലേ, എന്റെ നേതാവിന്റെ ബിംബം ഉണ്ടാക്കല്ലേ. അല്ലാഹുവേ, ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല ഗവർണറാണ്, മുസ്ലിമീങ്ങളുടെ നേതാവാണ്. എല്ലാവരും വല്ലാത്ത കരച്ചിലാ, എല്ലാ മുസ്ലിമീങ്ങളും വല്ലാത്ത സങ്കടത്തിലാ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, നിങ്ങളാരും അനങ്ങി പോകരുത്, നിങ്ങളാരും ഒന്നും ചെയ്തു പോകരുത്. എന്റെ പ്രിയമുള്ളവരെ, നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയോ. എല്ലാവരും കരയുകയോ, മുസ്ലിമീങ്ങൾ മുഴുവനും വല്ലാത്ത സങ്കടത്തിലാ. ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുകയാണ് സഹോദരാ. അവസാനം അവിടുത്തെ മൂക്ക് മുറിക്കുന്നതിന് വേണ്ടി, കൈവെട്ടി മുറിക്കുന്നതിന് വേണ്ടി വാളും പിടിച്ചുകൊണ്ടൊരു മനുഷ്യൻ തന്റെ മുന്നിലേക്ക് കിടന്നു വന്നപ്പോ കൊണ്ട് വെട്ടാവരുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല ചിരിക്കുകയാ. പഠിച്ചവരെ, പോയാൽ എന്റെ ജീവനല്ലേ പോകൂ, പോയാൽ എന്റെ ജീവനല്ലേ പോകൂ, എന്റെ നേതാവിന് വേണ്ടിയല്ലേ, ലോകത്തിന്റെ നേതാവിന് വേണ്ടിയല്ലേ എന്ന് നാളെ പ്രവാചകൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമല്ലോ. വെട്ടാവരുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പേടിയുമില്ലാതെ ചിരിക്കുകയാ. വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തിയ മനുഷ്യനുണ്ടല്ലോ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ കയ്യിലിരുന്ന വാളങ്ങ് വലിച്ചെറിയുകയാ. ആ പ്രവാചക സ്നേഹിയെ കണ്ടപ്പോ
ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കുന്ന ഒരു അനുചരനെ കണ്ടപ്പോ തന്റെ കയ്യിൽ നിന്ന് വാളങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് ഞാൻ നന്നായില്ലെങ്കിലോ ഇനി എന്നാ പടച്ചവനെ നന്നാകുന്നത് ിന്റെ കയ്യിൽ പിടിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ കുടക്കികളിലേക്ക് കടന്നു വരുമ്പോ ചെറുപ്പക്കാരാ സ്നേഹം അതാണടാ പൊന്നുപോരോ റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് അതാണടാ പൊന്നുപോരോ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രവാചകനോട് മഹബ്ബത്തുണ്ടോ സ്വന്തം മാപ്പയുടെ തലവെട്ടി കൊണ്ടുവന്ന ഒരു സമുദായത്തിന്റെ അനുയായിയല്ലോ സ്വന്തം പിതാവ് പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ടോ അവിടെ നിന്ന് പൊന്നുമകനോട് പറയുന്നടാ നീ പിഴച്ചുണ്ടായവനാടാ നീ പിഴച്ചുണ്ടായവനാടാ ഒരു മകനും സഹിക്കാൻ കഴിയാത്ത കാര്യമാ സ്വന്തം പിതാവാണ് പറയുന്നത് എടാ നിന്റെ ഉമ്മ വ്യഭിചാരിയാടാ നീ വഴി പിഴച്ചുണ്ടായവനാടാ ഇറങ്ങി വാടാ എന്ന് തന്റെ പൊന്നുമകനോട് ഉമ്മയെ കുറിച്ച് മോശമായി പറയുമ്പോ സഹാബിയോട് പറഞ്ഞു ക്ഷമിക്കാറ് പഠിച്ചവനെ എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നുമകന് എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നുമകൻ ഇറങ്ങി വരില്ല എന്ന് മനസ്സിലായപ്പോ അവിടെ നിന്ന് പിതാവ് പറഞ്ഞു മുഹമ്മദ് എടാ നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചുപോയാ അവർക്ക് ശഹീദിന്റെ കൂലിയുണ്ടെന്നല്ലേ പറയുന്നത് ഒരുത്തനെ സ്വർഗത്തിൽ വിടാൻ ഞാൻ തയ്യാറാ അല്ലാഹുവിന്റെ പ്രവാചകനോട് മോശമായിട്ടൊരു വാക്കു പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ അനുവാദം ചോദിക്കാൻ നിന്നില്ല പിടിച്ച വാളുമായി ഇറങ്ങി ചെന്നിട്ട് തന്റെ പിതാവിന്റെ തലവെട്ടി മുറിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വന്തം പിതാവിന്റെ തലവെട്ടികെട്ട് ഉപ്പാന്റെ തലവെട്ടികെട്ട് റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ തന്റെ പിതാവിന്റെ തലവെട്ടികെട്ട് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് സലാം പറയുമ്പോ റസൂലുള്ളാഹി തലതിരിക്കുകയാണ് രണ്ടാമതും അവിടുന്ന് സലാം പറയുകയാ പ്രവാചകന് തലതിരിക്കുകയാണ് മൂന്നാമതും അവിടുന്ന് സലാം പറയുകയാണ് പ്രവാചകൻ സലാം അടക്കാതെ വന്നപ്പോ റബ്ബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു നബിയേ സലാം അടക്ക് നബിയേ സ്നേഹം ഇതല്ലേടാ ചെറുപ്പക്കാരാ ഒരു മരക്കുറ്റിക്കുണ്ടായ സ്നേഹമുണ്ടല്ലോ മരത്തിന്റെ കുറ്റിയുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന് ഖുത്ബ ഓതിയത് ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു നല്ല മിമ്പർ കൊണ്ടുവന്നപ്പോ പ്രവാചകൻ അതെടുത്ത് മാറ്റുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന് പ്രഭാഷണം നടത്തി അല്ലാഹുവിന്റെ റസൂൽ പ്രഭാഷണം നടത്തി അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ വസമിഅനാ സൗതന ഹനീനാ ഒരു തേങ്ങൽ കേൾക്കുകയാ ആരോ കരയുന്ന ഒരു തേങ്ങൽ കേൾക്കുകയാ അല്ലാഹുവിന്റെ പ്രവാചകന് കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആരാണ് മസ്ജിദ് നബവിക്കകത്തിരുന്ന് കരയുന്നതെന്നറിയോ ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റിയിരുന്ന് കരയുകയാ ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റിയിരുന്ന് കരയുകയാ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു എന്തിനാ കരയുന്നത് യാ റസൂലല്ലാഹ് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ നബിയേ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ല എങ്കിലും വെളിയിൽ കളയുമായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മരക്കുറ്റിയുടെ മുകളിൽ കൈവച്ചിട്ട് സമാധാനിപ്പിക്കുകയാ റസൂലുള്ളാഹി പറഞ്ഞു സഹാബാ ഞാനെങ്ങാണ് ആ മരക്കുറ്റിയെ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിലോ ഖിയാമത്ത് നാൾ വരെ ഞാൻ നിങ്ങളും മദീനത്ത് ചെല്ലുമ്പോ ആ കരച്ചിൽ നമുക്ക് കേൾക്കാമായിരുന്നു സഹോദരാ
അതുകൊണ്ടൊരു മരക്കുറ്റിക്ക് പ്രവാചകനോടുള്ള സ്നേഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണോ. മക്കൾക്ക് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണോ. പ്രവാചകനോടുള്ള മഹബത്തിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന കാട്ടറബികളെ കുറിച്ച് പറയുന്നവരാ. പണ്ടവര് പ്രവാചകനെ കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ രണ്ട് ചെറിയ മക്കളുണ്ടല്ലോ, പടച്ചവനെ വാളും പിടിച്ചുകൊണ്ട് രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുകയാ. കാവല് നിൽക്കുന്ന സ്വഹാബിയോട് ആ രണ്ട് ചെറിയ മക്കൾ ചോദിച്ചു, ആരാ അബൂജഹലാരാ? അബൂജഹലിനെ ഒന്ന് കാണിച്ചു തരുവോ? മക്കള് വാളും പിടിച്ചുകൊണ്ട് രണാങ്കണത്തിൽ ചെന്നിട്ട് അബൂജഹലിനെ തിരക്കുകയാണ്. സ്വഹാബി ചോദിച്ചു, എന്തിനാ മക്കള് നിങ്ങൾ അബൂജഹലിനെ തിരയുന്നത്? അവനെ കൊല്ലാമെന്നതാ, അവനെ കൊല്ലാമെന്നതാ. സ്വഹാബി ചോദിച്ചു, എന്തിനാ നിങ്ങൾ അവനെ കൊല്ലുന്നത്? അവനെന്ന് പറയുന്നവൻ ഞങ്ങളുടെ നേതാവിനെ ചീത്ത വിളിച്ചവനാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിച്ചവനാണ്, അതുകൊണ്ട് അവന്റെ തലയെടുക്കാമെന്നതാ. ചരിത്രം പറയുന്ന 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കളാണ്. വാളും പിടിച്ചുകൊണ്ട് ആരാ അബൂജഹലാരാ? സ്വഹാബി അവിടെ നിന്ന് കാണിച്ചു കൊടുത്ത കുതിരയുടെ മുകളിൽ വരുന്നവനോ പടച്ചവരെ ചീറിപ്പായുകയാണ്, അതാ പാഞ്ഞെടുക്കുകയാണ്. രണ്ട് കുട്ടികളും കൂടെ പടച്ചവനെ അവിടെ നിന്ന് വെട്ടുകയാണ്. ഒട്ടകത്തിന്റെ കാലിൽ വെട്ടുകൊണ്ടിട്ട് അബൂജഹലതാ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുകയാണ്. അബൂജഹലിന്റെ കാലിൽ വെട്ടുകൊണ്ട് അബൂജഹൽ പുറകിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് ആ ചെറിയ മകന്റെ വലത് കൈയിലേക്ക് ഇട്ട് വെട്ടുകയാണ്. അവന്റെ കയ്യിൽ വെട്ടുകൊണ്ടിട്ട് കയ്യിലിരിക്കുന്ന വാള് താഴെ വീഴുകയാണ്. തൊലിയിൽ അവന്റെ കൈയിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഇടത് കൈ കൊണ്ട് വാള് വെച്ചു. ആ പൊന്നുമൂണി യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് വലത് കൈ കിടന്നിങ്ങനെ ആടുകയോ, യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ലോ. പടച്ചവനെ ആ പൊന്നുമകൻ എന്ത് ചെയ്തതെന്നറിയുമോ? മരുഭൂമിയിലേക്ക് തന്റെ കൈ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് അതാ വലത് കാലെടുത്ത് കൈയുടെ മുകളിൽ ചവിട്ടിയിട്ട് ആ നരമ്പിൽ തൂങ്ങിക്കിടക്കുന്നവന്റെ കൈയുണ്ടല്ലോ വലിച്ചു പറിച്ചിട്ട് എറിയുകയാ. ചെറുപ്പക്കാരാ, സ്നേഹമെന്ന് പറഞ്ഞാൽ അതായിരുന്നടാ പൊന്നുമോനെ. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകനെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടന്നു. നാളെ സ്വർഗ്ഗത്തിലും ഒരുമിച്ചാളാ. പ്രവാചകനെ സ്നേഹിക്കുന്നവരെ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോ ഈ കർണാടകയുടെ പല പ്രദേശങ്ങളിൽ നിന്ന് പല പള്ളികളുടെ പള്ളിക്കാട്ടിൽ നിന്ന് കവറ് പൊളിച്ചിട്ട് പട്ടികളുടെയും പന്നികളുടെയും കഴുതയുടെയും പേപ്പട്ടികളുടെയും പിണ്ടാരങ്ങളിൽ കൊടികുത്തി വെച്ച് കിടങ്ങിൽ നടന്നും കുഷ്ഠരോഗിയെ പോലെ ഭൂതമലയോളം എളുപ്പമുള്ള വൈറ വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ വെച്ചിരിക്കുന്ന കാലി ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ. അല്ലാഹുവേ, 15 കോടി കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് ശ്രമിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ നാളെ ഒരു ചാണ് മുകളിലോ അല്ലാഹുവിന്റെ കോടതിയിൽ സൂര്യൻ ഉച്ച നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. അതിന്റെ മുതൽ ഈസാ നബി വരെയുള്ള സർവ്വ പ്രവാചകന്മാർ നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് നാളെ പരലോകത്തോടെ നടക്കുന്ന ദിവസമുണ്ടല്ലോ. ആരും തിരിഞ്ഞു നോക്കാത്ത ദിവസം. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബാ, എല്ലാ പ്രവാചകന്മാർക്കും സ്വർണ്ണത്തിന്റെ ഒരു സിംഹാസനമുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഇരിക്കുകയാണ്. എങ്കിൽ ഒരു സിംഹാസനം ഒടിഞ്ഞു കിടക്കുന്നു. അതിനകത്തിരിക്കുന്ന നേതാവിനെ കാണുന്നില്ല. തെരഞ്ഞു നോക്കുമ്പോ അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ അർശിന്റെ താഴെ കിടന്ന് കരയുകയാ. എഴുന്നേക്ക് നബിയേ, വിചാരണ ചെയ്യട്ടെ നബിയേ. എന്തിനാ കരയുന്നത്? അല്ലാഹുവേ, ആ സിംഹാസനത്തിലാണ് ഞാനങ്ങ് കേറിയിരുന്ന. പിന്നെ ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കടത്തിവിടുമല്ലോ. എന്റെ ഉമ്മത്തിനാരാ അല്ലാഹ്, എന്റെ സമുദായത്തിനാരാ അല്ലാഹ്, അവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ തമ്പുരാനെ. ഞാനല്ലേ ഉള്ള തമ്പുരാനെ. എന്നെ സ്നേഹിച്ചവര്, എന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവര്, എനിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവര് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഞാനല്ലാതെ ആരുമില്ലല്ലോ തമ്പുരാനെ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ കിടന്ന് കരയുമ്പോ അല്ലാഹു പറയുന്നു, നബിയേ, ഇഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കു നബിയേ, ഇഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കു നബിയേ. എന്റെ സഹോദരാ, നാളെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ മുഴുവനും അടുത്തേക്ക് വിളിച്ച് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുത്തിട്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള പാസ് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥികളായി നാളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് പ്രവാചകൻ പറയുമ്പോ ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ? ആഗ്രഹമില്ലേടാ പൊന്നുമോനെ? സ്വന്തം ഉമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത ദിവസം, വാപ്പ കണ്ട പരിചയം കാണിക്കാത്ത ദിവസം, മക്കളെ സഹായിക്കാത്ത ദിവസം, ആരുമില്ലെങ്കിലും ഞാനുണ്ട് മോനെ, നിനക്ക് സ്വർഗം കിട്ടുന്നത് വരെ ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുമെന്ന് പറയുന്ന ഒരു നേതാവ് അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പ്രവാചകന്റെ അതിഥിയായിട്ട് പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ചിട്ട് അല്ലാഹുവേ, സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹുവേ. സംഘാടകരുടെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. പോകേണ്ടവർക്ക് പോകാം, ഓടേണ്ടവർക്ക് ഓടാം, ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, മനസ്സില്ലാത്തവർക്ക് കൈകെട്ടിയിരിക്കാം. ഈ റബീഉ പ്രഭാഷണത്തിൽ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അവരുടെ മക്കളെ കെട്ടിക്കാരല്ല, അവർക്ക് വീട് വെക്കാനല്ല, അവർക്ക് തിന്നോണ്ട് നടക്കാനല്ല, പാപങ്ങൾക്ക് വേണ്ടിയാ, പാപങ്ങൾക്ക് വേണ്ടിയാ. 30 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട പെൺമക്കൾക്ക് ജീവിതം കൊടുക്കാൻ കഷ്ടപ്പെടുന്നവരാ. ഒരു പബ്ലിസിറ്റിയുമില്ല, വലിയ ഫ്ലെക്സ് അടിച്ചു വെക്കാറില്ല. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതി കെട്ട് കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ടൊരു സദഖയിട്ടോ, മനസ്സുകൊണ്ടൊരു സദഖയെടുക്കുമ്പോ അല്ലാഹുവിനോട് പറയേണ്ടതെന്തെന്നറിയുവോ? ഇന്ന് വരെ ഞങ്ങൾ ആരും നിന്റെ പ്രവാചകനെ കണ്ടിട്ടില്ല നബിയേ. ആ പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണാ. മരിക്കുന്നതിന് മുമ്പോ, ഇസ്രായേലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പോ, ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പോ മദീനയിൽ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നിറങ്ങുന്ന ലോകത്തിന്റെ നേതാവിനെ എനിക്കൊന്ന് കാണാ ഭാഗ്യം തരണേ അല്ലാഹ്. പുണ്യപ്രവാചകനെ ഒന്ന് സ്വന്തം കാണാ എനിക്ക് ഭാഗ്യം തരണേ തമ്പുരാനേ. ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട്, ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട് നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാ എനിക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട് സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ അതിഥിയായിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം തരണേ അല്ലാഹ് എന്ന നിയ്യത്തോടെ ഒരു സദഖ എടുത്തു പ്രവാചകന്റെ കൂട്ടുകാരിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടപ്പിറപ്പുകളിലോ ഈ സദഖ ചെയ്യുന്ന ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ഒരു സദഖ 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കെ പറ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കും. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും ഒരാളുടെ മുന്നിൽ പോയിട്ട് മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, യാചിക്കേണ്ടി വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞിരട്ടെ. മനസ്സറിഞ്ഞിട്ട് എല്ലാവരും സദഖ ഇട്ടോ. മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഒരു സദഖ ഇട്ടോ. മരിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ നേതാവിനെ കാണണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണാൻ ആഗ്രഹമുള്ളവർ കൈവക്കും. മരിക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ എന്റെ വീടിന്റെ അകത്ത് തച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് താഴെ സൂചി വീണു. എന്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണപ്പോ പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കാരണം ഞാനത് നോക്കിയെടുത്തു എന്ന് മഹ്ദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അത്രയ്ക്കും സൗന്ദര്യവാനായ പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് കാണണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ഞാൻ വഴി പറഞ്ഞുതരാം. കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. വഴി പറഞ്ഞു തരട്ടെ. പറ മനുഷ്യന്മാരെ, വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തോതിയാ മതി? പറ ചങ്ങായിമാരെ, എന്തോതിയാ മതി? മലയാളം ഞാനും ആ ചങ്ങാതിയും മാത്രമേ പറഞ്ഞു. ഇവിടെ എല്ലാവരും പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചതിന് മലയാളം പറഞ്ഞ ഞങ്ങൾ 2 പേരും. ഒന്ന് പ്രസംഗിച്ച ഞാനും, പിന്നെ എന്നെ വിളിച്ച ചങ്ങാതി. ഓൻ എന്നെക്കാളും വഴുതു പറയുന്ന ആളാ. എന്നാ കടിച്ചാ പൊട്ടാത്ത വാക്ക് എങ്ങനെ പറയണം ഞാൻ ആലോചിക്കാറുണ്ട്. ചങ്ങാതി കടിച്ചാ പൊട്ടാത്ത വാക്ക്, ഇതൊക്കെ പറയണ കേട്ടാ വിചാരിക്കുക അർശന്റെ മുകളിലുള്ള വാക്കാ. എന്തായാലും അല്ലാഹു ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. മരിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ നേതാവിനെ കാണാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. പോരാ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. നീ പറ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അവസാനം പറഞ്ഞാൽ മതിയോ? ചിലപ്പോൾ മറന്നുപോകും. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. സൂറത്ത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനം ഒരായത്തിന്റെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന 4 വരിയും കണ്ടുണ്ട്. എത്ര വെള്ളം തോന്നുന്നു? 4 വരി മാത്രമല്ല ഒരു സൂറത്ത്. മഹാനായ മുജാഹിദ് മുഖ്രി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ശിബിലി റളിയല്ലാഹു തആല അൻഹു അവരുടെ ചരിത്രം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത് ആരെങ്കിലും നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് അവന് ലോകത്തിന്റെ നേതാവിനെ സ്വപ്നം കാണാൻ കഴിയും. അല്ലാഹു ഭാഗ്യം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ 4 കാര്യം സൂക്ഷിച്ചാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പറഞ്ഞിരട്ടെ. ഇങ്ങോട്ട് നോക്ക്. സ്ക്രീനിൽ നോക്കുന്ന എന്തിനാ? ഞാൻ ഇവിടെ ഇട്ടിട്ട് നിങ്ങളെ തിരിഞ്ഞ് നിൽക്കണ്ടില്ല. ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും സ്ക്രീനിലാണ് നോക്കണേ. അവിടെ ഗ്ലാമർ ഒന്നും കുറവാണ്. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ വഴി സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്ക് എഴുന്നേക്കുന്നില്ല സിറാജ് ഉസ്താദ്, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് തന്നെ എഴുന്നേക്കുന്നില്ല. സുബഹിക്ക് മുമ്പേ വഖത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബല സുബഹി, സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുന്നവൻ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളിവെടുക്കുക. വഖത്താകുന്നതിന് മുമ്പേ ഒളിവെടുക്കുക. അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
മൂന്ന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് ആണുങ്ങൾ കയറുക, പെണ്ണുങ്ങൾ നിസ്കാര മുസല്ലയിൽ കയറുക. അള്ളാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഉദവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നിസ്കാര പായിലെത്തി. മരിക്കണ കാലം വരെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നാലാമത്തെ കാര്യം, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം. നാലാമത്തെ കാര്യം, ഈ പറഞ്ഞ 3 കാര്യം എളുപ്പം, പക്ഷെ നാലാമത്തെ കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം. 4 വിത്തർ നിസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിത്തർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. നമ്മൾ അപ്പോഴാ പച്ചയിറച്ചി തിന്നുന്ന സമയം, പള്ളിയിൽ നിന്ന് അങ്ങോട്ട് വിത്തർ നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് തിന്നാൻ പറ്റുന്നത് പോലെ നമ്മളെ തിന്നും അല്ലേ. വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ടവർ കത്തീര, ഉമ്മ ഒരു റൂമിലും മോനൊരു റൂമിലും മോളൊരു മൊബൈലിലൂടെ. അള്ളാഹു നമുക്ക് ദാരിദ്ര്യം തരും, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്തോത് പുണ്യ നബിയെ നിനക്ക് മരിക്കുന്നതിന് മുമ്പേ കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ മണി 10 ഇനി ആകെ അരമണിക്കൂറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ വഫാത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് എനിക്കറിയില്ല. അത് കേൾക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നറിയില്ല. എങ്കിലും പറ്റുന്നത്ര പറഞ്ഞ് നമുക്ക് തൗബ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധമാണെന്ന് തോന്നുന്ന പ്രവാചകൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുകയാണ്, അവിടുത്തെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ജിബ്രീൽ പറയുന്നു, നബിയേ, ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവനും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാ, എല്ലാവരും ഇസ്ലാമിന്റെ കുടയ്ക്ക് കീഴിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് നബിയേ, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിലേക്ക് പോകാൻ സമയമായി നബിയേ, ഇബാദത്തുകൾ അധികരിപ്പിക്കണേ നബിയേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ നബിയേ, പോകാൻ സമയം അടുത്തിരിക്കുന്നു നബിയേ. തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനുശേഷം ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കാലിന് നീര് കെട്ടുന്ന രീതിയിൽ എന്തിനാണ് നിസ്കരിക്കുന്നത്? അങ്ങയുടെ പാപം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, എല്ലാം അല്ലാഹു പുറത്തു തന്നല്ലോ, അങ്ങാണല്ലോ സ്വർഗ്ഗം തുറക്കുന്നത്, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അഫലാ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ? പ്രവാചകൻ ഇസ്തിഗ്ഫാറുകൾ പറയാൻ തുടങ്ങി, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ഹജ്ജിന്റെ സമയമെടുത്തപ്പോ ബിലാലിനെ വിളിച്ചിട്ട്, ബിലാലേ, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുകയാ, എന്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തയ്യാറെടുക്കാൻ വിളിച്ചു പറ ബിലാലേ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്, പോകുന്നവര് തയ്യാറെടുക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക്
കടന്നു ചെന്നു. എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, ഞാൻ ഈ കൊല്ലം ഹജ്ജിന് പോകുകയാ, എല്ലാവരും തയ്യാറെടുത്തു, എന്റെ എല്ലാ ഭാര്യമാരും ഒരുങ്ങിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകന് ഭാര്യമാരെ മുഴുവനും ഒരുക്കുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ ഹജ്ജിന് പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് ചെന്നു. പ്രവാചകനതാ സ്വഹാബികളോട് അമല് പറഞ്ഞു കൊടുക്കുമ്പോ ഹജ്ജ് തുടങ്ങുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, എല്ലാവരും അമലുകൾ നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം. എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എല്ലാവരും നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം സ്വഹാബ. അടുത്ത കൊല്ലം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകുമെന്ന് തോന്നുന്നില്ല സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമാ, രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കൊന്ന് നോക്കുകയാ. അടുത്ത കൊല്ലം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകണമെന്നില്ല സഹാബ. റസൂലുള്ള ഇത് പറയുമ്പോ സഹാബികൾ രണ്ടുപേരും പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുകയാ, ലോകത്തിന്റെ നേതാവ് പുഞ്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുത്തെ അവസാന പ്രഭാഷണത്തിൽ പലതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, സമയത്തിന്റെ കുറവ് കാരണം വിശദീകരിക്കുന്നില്ല. അവസാനം ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും നാട്ടിലേക്ക് കടന്നു വന്നു. അതാ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, സഫർ മാസം അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നു ചെല്ലുകയാ. ഉഹദിന്റെ രണാങ്കണത്തിൽ ശഹീദായവർ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയിരിക്കുന്ന, മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയിരിക്കുന്ന, ഉഹദ് യുദ്ധത്തിലെ ശഹീദായവരെ ഖബറടക്കിയിരിക്കുന്ന ഖബർസാനിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു ചെല്ലുകയാണ്. ഓരോ ഖബറിന്റെ ചാരത്ത് നിന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ സലാം പറയുകയാ. എല്ലാവരോടും സലാം പറഞ്ഞു, എല്ലാവരോടും യാത്ര പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. സഫർ മാസത്തിന്റെ അവസാനത്തോടുകൂടി അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ ജന്നത്തുൽ മക്കയിലേക്ക് കടന്നു ചെല്ലുകയാ. പ്രവാചകന്റെ കുടുംബക്കാര് കിടക്കുന്ന ജന്നത്തുൽ മക്കയിലേക്ക് കടന്നു ചെന്നിട്ട് ഓരോ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പ്രവാചകന് സലാം പറയുകയാണ്. എല്ലാവരോടും യാത്ര പറയുകയാ. പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. വല്ലാത്ത തലവേദന കാരണം അല്ലാഹുവേ, ആയിഷ ബീബി കിടന്ന് കരയുകയാണ്. ആയിഷ ബീബി പറഞ്ഞു, നബിയേ, മരിച്ചാ മതി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നീ മരിച്ചു പോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ. നിനക്ക് വേണ്ടി ഞാൻ ഖബർ കുടിച്ചു തരും ആയിഷ. നിന്റെ മയ്യത്ത് ഖബറിന്റെ അകത്ത് എന്റെ കൈ കൊണ്ട് ഇറക്കി വെക്കും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തമാശ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയുമ്പോ ആയിഷ ബീബി പറഞ്ഞു, നബിയേ, ഞാൻ പെട്ടെന്നങ്ങ് മരിക്കൂല നബിയേ. ഞാൻ മരിച്ചാ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോകാനല്ലോ. കുറേ സമയം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, എനിക്ക് വല്ലാത്ത തലവേദന എടുക്കുന്നു ആയിഷ. എന്നിട്ട് പ്രവാചകന് ചുമ്മാതെയൊന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയാ, ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയാ നീ എന്ത് ചെയ്യും ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ വാബുത്തി പിടിച്ചിട്ട് പറയുന്നു, നബിയേ, ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, സഫറിന്റെ അവസാന ബുധനാഴ്ച റസൂലുള്ളാഹി തങ്ങൾക്ക് പനി പിടിക്കുകയാണ്. പടച്ചവനെ, ഓരോ
ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ശരീരവേദനയാണ്. പ്രവാചകന് പള്ളിയിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. എല്ലാ ദിവസവും പടച്ചവരെ ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്തിന്റെ സമയമാകുമ്പോ ബിലാൽ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് വിളിക്കും, നബിയേ നിസ്കരിക്കാ സമയമായി നബിയേ. പ്രവാചകൻ പോയി നമസ്കരിക്കുന്ന പതിവ് അങ്ങനെയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ബിലാൽ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് വിളിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ബിലാലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറയുകയാ. പടച്ചവനെ, പള്ളിക്കകത്ത് വല്ലാത്ത കരച്ചലായിരുന്നു, പള്ളിക്കകത്ത് വല്ലാത്ത കരച്ചലായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനം രണ്ട് സ്വഹാബികളുടെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് നടക്കാൻ കഴിയാതെ പ്രവാചകന്റെ കാലിങ്ങനെ വലിച്ച് വലിച്ച് പള്ളിക്കകത്ത് കിടന്നു ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രഭാഷണം നടത്തി. സഹാബാ, ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹു അല്ലാഹു അങ്ങയോട് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. എന്നിട്ട് ഖുർആനിലെ ഒരായത്ത് ഓതാൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പ്രവാചകനെ കൊണ്ട് ഈ ആയത്ത് ഓതിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. രണ്ടാമത് വന്നത് മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതാ പറയുകയാ, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഈ ഖുർആനിന്റെ ആയത്ത് പ്രവാചകനെ കൊണ്ട് ബോധിപ്പിക്കുകയാ. മൂന്നാമത് കടന്നു വന്നത് അതാ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അവിടെ നിന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് യാസീനിലെ ഒരു ആയത്ത് ഓതാൻ പറഞ്ഞു, ഇന്നാ നഹ്നു നുഹീൽ മൗതാ വ നക്തുബു മാ ഖദ്ദമു എന്ന് തുടങ്ങുന്ന ആയത്ത് പ്രവാചകനെ കൊണ്ട് ബോധിപ്പിക്കുകയാണ്. സലാം പറഞ്ഞ് പിരിഞ്ഞു പോയി. നാലാമത് വന്നത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. മരണത്തിന്റെ ആയത്തുകൾ പ്രവാചകനെ കൊണ്ട് ബോധിപ്പിക്കുകയാ. നബിയേ പോകാ സമയമായി നബിയേ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ സ്വഹാബികളോട് ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുകയാണ്. എല്ലാവരോടും അല്ലാഹുവിന്റെ റസൂല് പൊരുത്തം ചോദിച്ചു. സലാം പറഞ്ഞ് പിരിയുകയാണ്. പടച്ചവനെ, പ്രവാചകനെ വീടിന്റെ അകത്ത് കടന്നു ചെന്നു. എല്ലാ ഭാര്യമാരെയും വിളിച്ച് ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കണം. എല്ലാവരും സമ്മതം കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്ത് കിടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 11 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പ്രവാചകന് റബീഉൽ അവ്വൽ 11 കടന്നു വന്നു. പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു, ആയിഷ, എന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാത്തത്, വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുളാണ്. പ്രവാചകൻ ചോദിച്ചു, എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. കാരണം വിളക്കിന്റെ അകത്ത് ഒഴിക്കാൻ എണ്ണയില്ലായിരുന്നു. പിന്നെയും പ്രവാചകൻ ചോദിച്ചു, എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? യാ റസൂലല്ലാഹ്, എണ്ണയില്ല നബിയേ. വിളക്കിന്റെ അകത്ത് ഒഴിക്കാനുള്ള എണ്ണ പോലും ഈ വീടിന്റെ അകത്തില്ല നബിയേ. പ്രവാചകൻ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് കിട്ടിയ എണ്ണ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചു. റബ്ബേ, പ്രവാചകൻ വല്ലാത്ത രോഗം പിടിച്ചിങ്ങനെ കിടക്കുകയാ. പെട്ടെന്ന് റസൂലുള്ള വിളിച്ചു, ആയിഷ,
അടുത്തേക്ക് വാ ആയിഷ, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് വാ ആയിഷ. 7 ദിർഹം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊണ്ടുവെക്കുമ്പോ പ്രവാചകനെ കരയുകയാണ്. എന്തേ നബിയെ കരയുന്നത്? ആയിഷ, ഇതെന്റെ വീടിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ രക്ഷപ്പെടൂലല്ലോ ആയിഷ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക ആയിഷ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ 1 രൂപയും അല്ലാഹുവിന്റെ റസൂൽ സദഖ കൊടുത്തു. ഒന്നുമില്ലായിരുന്നു സഹോദരാ. റബീഉൽ അവ്വൽ 12 സുബഹിക്ക് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ കർട്ടനൊന്ന് മാറ്റി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടനങ്ങ് മാറ്റുകയാ. പ്രവാചകൻ ഓരോ സഹാബികളെയും നോക്കുകയാണ്. ഓരോ സഹാബികളുടെ മുഖത്ത് നോക്കിയിട്ട് പ്രവാചകൻ ഇങ്ങനെ സലാം പറയുകയാ. എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ട് പ്രവാചകൻ ഒന്ന് ചിരിക്കുകയാണ്. റബ്ബേ, ളുഹായിന്റെ സമയമെത്തി, ളുഹായിന്റെ സമയമെത്തി. അല്ലാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് രോഗമങ്ങ് കൂടുകയാണ്. റസൂലുള്ളാഹിന്റെ രോഗമങ്ങ് കൂടുകയാ. പൊന്നുമോളെ അടുത്ത് വിളിച്ചു, ഫാത്തിമ, എല്ലാ റമളാനിലും വാപ്പ ഒരു പ്രാവശ്യം ഖുർആൻ ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു. ഫാത്തിമ, വാപ്പായിക്ക് പോകാൻ സമയമായി. ഫാത്തിമ, വാപ്പ പോകുകയാണെന്ന് പറയുമ്പോ തന്റെ പൊന്നാര മകളിരുന്ന് കരയുകയാണ്. കരയുന്ന മകളെ രണ്ടാമതും അടുത്ത് വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ, വാപ്പയ്ക്ക് പുറകെ ആദ്യമായിട്ട് വരുന്നത് നീയാ മോളെ. അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോളെ ഉപദേശിച്ചു, ആയിഷ ബീവിയെ ഉപദേശിച്ചു, പ്രവാചകന്റെ ഭാര്യമാരെ ഉപദേശിച്ചു, എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. പെട്ടെന്ന് പ്രവാചകന്റെ രോഗമങ്ങ് കൂടുകയാണ്. റസൂലുള്ള വീടിന്റെ അകത്ത് തളർന്നു കിടക്കുമ്പോ വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കുമോ? ഫാത്തിമ ബീബി പറയുന്നു, ഇല്ല, എന്റെ ഉപ്പയ്ക്കൊട്ടും സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് അനങ്ങാ പോലും വയ്യ, രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ എന്റെ ഉപ്പ കിടന്ന് പിടയുകയാ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാണ്. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. ഫാത്തിമ ബീവി എപ്പോഴും വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പ രോഗിയാണ്, സംസാരിക്കാൻ കഴിയില്ല, വാപ്പ തളർന്നു കിടക്കുകയാ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, അസ്റായിലാണ് മോളെ, വാതിൽ തുറക്കൂ ഫാത്തിമ. മലക്കുൽ മൗത്ത് കടന്നു വരികയാ. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വന്നു. അവിടുന്ന് ദുനിയാവ് വേണോ ആഖിറം വേണോ? റസൂലുള്ള പറഞ്ഞു, എനിക്ക് ആഖിറം വേണം. കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ പ്രവാചകൻ കിടന്ന് പിടയുകയാ. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പിടയുകയാ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. റസൂലുള്ള കൈകാലുകൾ അനക്കുന്നുണ്ട്. റസൂലുള്ളാഹിന് മരണവേദന സഹിക്കാൻ കഴിയാതെ അവിടുന്ന് വിളിച്ചുപോയി, അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായിലേ. എന്തൊരു വേദനയാ അസ്റായീൽ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കിതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ അറിയില്ല നബിയേ,
എന്റെ കൈവിറയ്ക്കുന്നു നബിയേ. ഇന്നുവരെ ഒരാളുടെയും റൂഹ് പിടിക്കുമ്പോ എന്റെ കൈവിറച്ചിട്ടില്ല നബിയേ. ഇന്നെന്റെ കൈവിറയ്ക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിളയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ പ്രവാചകന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. അതാ വെള്ളത്തിന്റെ അകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഇങ്ങനെ തുടയ്ക്കുകയാണ്. എല്ലാവരും ചാരത്ത് നിന്ന് കരയുകയാ. അല്ലാഹുവേ, അവസാനം റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, തന്റെ ചാരത്തിരിക്കുന്ന അതാ അടുത്ത് കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളപാത്രത്തിന്റെ അകത്തേക്ക് റസൂലുള്ള കൈയിടുകയാ. വെള്ളത്തിന്റെ അകത്ത് കൈമുക്കിയിട്ട് പ്രവാചകൻ ആ വെള്ളം കോരിയിട്ട് തന്റെ മുഖം ഇങ്ങനെ തുടയ്ക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെന്ന് പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കിലോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടഞ്ഞു പോയെങ്കില് എന്റെയും നിങ്ങളുടെയും അവസ്ഥയെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? നമ്മുടെ മരണരംഗമെന്തേ ആലോചിക്കാത്തത്? നമ്മളും മരിക്കേണ്ടവരാണല്ലോ. റസൂലുള്ളാഹിന്റെ വഫാത്ത് ഇങ്ങനെയായിരുന്നെങ്കിൽ അല്ലാഹുവേ, പാപങ്ങൾ ചെയ്യുന്ന കണ്ണുകൊണ്ട് നോക്കുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാണ്, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഓരോ ദിവസവും കോടാരി കോടി പാപം ചെയ്യുന്ന നമ്മുടെ മരണമല്ലാ എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ നേതാവ് തന്റെ ഭാര്യയോട് പറയുന്നു, മരണത്തിന് വല്ലാത്ത വേദനയാ, തയ്യാറെടുക്കണേ വാപ്പാ, തയ്യാറെടുക്കണേ ചെറുപ്പക്കാരാ, തയ്യാറെടുക്കണേ പെങ്ങള്. അവസാനം അവിടെ നിന്ന് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ ആയിഷ ബീബിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടപ്പുറപ്പ് കടന്നു വരുന്നത്. കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. പ്രവാചകൻ ആയിഷ ബീബിയുടെ മുഖത്ത് നോക്കി, ആ മിസ്വാക്കിലേക്ക് നോക്കി. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അത് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ കൈ അനങ്ങുന്നില്ല. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വായ്ക്കകത്തേക്ക് അതെടുത്ത് വെച്ചിട്ട് പല്ലുകൊണ്ട് കടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. അവസാനം ആ റൂഹ് ഇങ്ങനെ തന്റെ അരകടിന് മുകളിലേക്ക് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകൻ മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ വളർത്തുമകനാ, തന്റെ പൊന്നാര വളർത്തുമകനെ കാണുമ്പോ പ്രവാചകനെ കൈ ഇങ്ങനെ അനക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു, മോനെ ഉസാമ, വാപ്പയ്ക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോരേ. അല്ലാഹു എന്റെ മരണമൊന്ന് എളുപ്പമാക്കി തരാൻ, അല്ലാഹു എന്റെ മരണമൊന്ന് എളുപ്പമാക്കി തരാൻ ഒന്ന് ദുആ ചെയ്യണേ എന്ന് ആംഗ്യം കാണിച്ചു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വാക്ക് പറയാൻ എനിക്കൊണ്ട് കഴിയില്ല, വാക്ക് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് നിർത്തുകയാണ്. ഈ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൽ ഒരുമിച്ച് കൂടിയവരെ ഒന്നേ പറയാറുള്ളൂ, ഒന്നേ പറയാറുള്ളൂ. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല, ഏത് കോലത്തിലാ വരുന്നതെന്നറിയില്ല. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കാൻ പേടി.
ഏരിയ. മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങൾ വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ച് കണ്ണ് തള്ളിയിട്ട് വായിലും വായിലൂടെ പതയുന്നൊരയും ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് അല്ലാഹുവേ ഞങ്ങളുടെ മരണം നീ എളുപ്പമാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ അല്ലാ. അതുകൊണ്ട് ഒരുങ്ങിക്കോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. 10 സ്വലാത്ത് പറഞ്ഞിട്ട് പുണ്യനബിയുടെ പേരിൽ 10 സ്വലാത്ത് പറയുമ്പോ അത് ലക്ഷക്കണക്കിന് സ്വലാത്താകുമല്ലോ. ലക്ഷക്കണക്കിന് 50 ലക്ഷത്തിൽ പരമ സ്വലാത്ത് ഇന്ന് ഹദിയ ചെയ്യുകയാ, 100ൽ പരമ ഖത്തം ഹദിയ ചെയ്യുകയാ. പടച്ചവനെ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാൻ പോകുകയാണ്. റബ്ബേ ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ, ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാ.